കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ജാവയിലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു 10 ഇൻസ്ട്രക്ഷൻ ഉള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യും, അത് കഴിഞ്ഞ് രണ്ടാമത്തത്, അത് കഴിഞ്ഞ് മൂന്നാമത്തത്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 1 by 1 ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഈ ചില കേസിൽ നമുക്ക് ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സിക്യൂഷൻ്റെ ഓർഡർ ചിലപ്പം മാറ്റേണ്ട കേസ് വരും. അതായത് ഇപ്പോൾ എനിക്ക് ഒരു ഫസ്റ്റ് 2 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ മൂന്നാമത്തെ നാലാമത്തെ ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്യണം, എന്നിട്ട് 5ാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനത്തെ കേസ് ഉണ്ടാവാം. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം 4ഉം 5ഉം ഇൻസ്ട്രക്ഷൻ ഒരു 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആ പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ, അതായത് സാധാരണ പ്രോഗ്രാം സീക്വൻഷ്യലായിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, 1 by 1 ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷന് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുക. ആ ഓർഡർ ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അതിൻ്റെ ഡെഫിനിഷൻ എന്താ നോക്കാം. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ആൾട്ടർ ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ സീക്വൻഷ്യൽ പ്രോഗ്രാം. ഒരു സീക്വൻഷ്യൽ പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ്റെ ഓർഡർ ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ജാവയിലെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് സിയിലും C++ലും ഒക്കെ ഉള്ള പോലെ തന്നെ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റത്തേന് നമ്മൾ കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും, രണ്ടാമത്തേന് ലൂപ്പിംഗ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ 2 ടൈപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആദ്യത്തത് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സും രണ്ടാമത്തത് ലൂപ്പിംഗ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സും. ഓക്കെ, അപ്പോൾ അതിനകത്ത് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നതാണ് ഇഫ് എൽസ്, അതുപോലെ ഇഫ് ലാഡർ ഉണ്ട്, സ്വിച്ച്. ദെൻ ലൂപ്പിംഗ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് വരുന്നതാണ് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഫെമിലിയർ ആണ്. ജാവയിൽ സിയിലും CPPയിലും എങ്ങനെയാണോ നമ്മൾ ഈഫും ഫോർ ലൂപ്പൊക്കെ യൂസ് ചെയ്തത് അതേ സ്ട്രക്ചർ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പം എന്നാലും നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പോകാം. സിൻടാക്സിലൊന്നും ഒരു ഡിഫറൻസും ഇല്ല, സെയിം അതേ യൂസേജ് ഒക്കെ തന്നെയാണ്. ഓക്കെ, ഫസ്റ്റത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ 1 way ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഒരു ഡിസിഷൻ എന്താ പറയുക, ഒരു ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. സിംഗിൾ ഡിസിഷനെ അതിനെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് ഇറ്റ് ചെക്ക് ദ കണ്ടീഷൻ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ട്രൂ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, അപ്പോൾ ഈഫിൻ്റെ കൂടെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ആദ്യം തന്നെ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഈഫിൻ്റെ തൊട്ട് താഴെയുള്ള ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഒന്നും ചെയ്യില്ല, പ്രോഗ്രാം അടുത്ത ലൈൻ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഇഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് 1 way ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് നമുക്കറിയാം. ഇഫ് ദെൻ അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ഈ കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ക്ലോസ് ബ്രേസ് കാണുമ്പോൾ പുറത്തേക്ക് പോകും. അങ്ങനെയാണ് സംഭവിക്കുക. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല, ഇതിൻ്റെ തൊട്ട് താഴെയുള്ള അടുത്ത ലൈൻ മുതൽ എക്സിക്യൂഷൻ തുടങ്ങും. അതാണ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, രണ്ടാമത്തെ ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് എ 2 way ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. അതിന് 2 ഡിസിഷൻസ് എടുക്കാൻ പറ്റും ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് 2 ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഫിൻ്റെ പോലെ ചെക്സ് ദ കണ്ടീഷൻ ഫസ്റ്റ്, ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇനി ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ഇഫ് ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. ഇഫ് എന്ന് പറയുന്ന ബ്ലോക്കിൻ്റെ തൊട്ട് താഴെ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ്, ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദി എൽസ് ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. എൽസ് എന്ന് എഴുതുന്നതിന് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ സിൻടാക്സ് ഒക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഇഫ് ദെൻ ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ കൊടുക്കും. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 ഇത്രയും പോർഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അത് ട്രൂ ആണെങ്കിൽ ഈ പോർഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇഫിൻ്റെ താഴെ ഇവിടെ മുതലാണ് പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യുക.
ഇനി ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഇത് ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, നേരെ എൽസിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ എൽസിനകത്ത് നമ്മളൊരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ താഴേക്ക് പോകും. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യും. അപ്പോൾ രണ്ട് ഡിസിഷൻ അതിനെടുക്കാൻ പറ്റും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിന് തൊട്ട് താഴെയുള്ളതും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുമാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഒരു 2-way ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് ഐ, ഇഫ് എൽസ് ഐ. നെക്സ്റ്റ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് എൽസ് ഈഫ് ലാഡർ. ഓക്കെ, അപ്പോൾ ഇഫ് എൽസ് എന്നുള്ളത് ഒരു ഇങ്ങനെ ലാഡർ പോലെ അടുക്കി 1 by 1 ആയിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഇഫ് എൽസ് ഈഫ് ലാഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മൾട്ടി വേ ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതിനകത്ത് ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മൾട്ടി വേ ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയാം. ഇതിനകത്ത് ദ കണ്ടീഷൻസ് ആർ ഇവാലുവേറ്റഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അത് ആദ്യം കൊടുക്കുന്ന ഒരു ഇഫ് ഉണ്ടാവും, ആ ഇഫിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, ബാക്കി കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യും. ഓക്കെ, ഇനി ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ എൽസിലേക്ക് പോകും. ആ എൽസിനകത്ത് നമ്മൾ വീണ്ടും ഒരു ഇഫ് എഴുതിയിട്ടുണ്ടാവും, ആ ഇഫിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള എക്സിക്യൂട്ട് ചെയ്യും, ബാക്കി സ്കിപ്പ് ചെയ്യും. അങ്ങനെ ടോപ്പിൽ നിന്നാണ് കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് പോരുക. അപ്പോൾ എവിടെയെങ്കിലും ഈ കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ, ട്രൂ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് ബാക്കി പോർഷൻസ് സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇഫ് എ കണ്ടീഷൻ ഈസ് ട്രൂ, ദ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ ബി എക്സിക്യൂട്ടഡ് ആൻഡ് ദ റിമൈനിങ് കണ്ടീഷൻസ് ആർ സ്കിപ്ഡ്. ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യും. അങ്ങനെയാണ് ഇഫ് എൽസ് ഈഫ് ലാഡർ വർക്ക് ചെയ്യുന്നത്. ഇതിനെ തന്നെ നമ്മൾ നെസ്റ്റഡ് ഇഫ് എൽസ് എന്നും പറയും. രണ്ടും സെയിം ആണ്, രണ്ട് വാക്ക് നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇഫ് എൽസ് ഈഫ് ലാഡർ അതല്ലെങ്കിൽ നെസ്റ്റഡ് ഇഫ് എൽസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഇറ്റ് ഇസ് എ മൾട്ടി വേ ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അതിൻ്റെ സിൻടാക്സ് എങ്ങനെ നോക്കാം. ഇതാണ് ഒരു ഇഫ് എൽസ് ഈഫ് ലാഡറിൻ്റെ സിൻടാക്സ്. ഓക്കെ, അപ്പോൾ അത് ഇഫ്, ദെൻ അതിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ 1. ഇനി ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 വിൽ ബി എക്സിക്യൂട്ടഡ്. ബാക്കിയുള്ള കംപ്ലീറ്റ് ഈ പോർഷൻസും സ്കിപ്പ് ചെയ്യും, മൊത്തം സ്കിപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഫസ്റ്റത്തെ കണ്ടീഷനാണ്, അത് കണ്ടീഷൻ 1 ഫോൾസ് ആണെന്ന് വിചാരിച്ചോ. ഫോൾസ് ആണ്, നേരെ എൽസിലേക്ക് പോകും. ഇതാണ് എൽസ്. ആ എൽസിൽ വീണ്ടും ഒരു ഇഫ് ഉണ്ട്, എൽസ് ഇഫ്. ഇവിടെ രണ്ടാമത്തെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, കണ്ടീഷൻ 2. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും, ഇതിന് താഴെയുള്ള ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഇതും ഫോൾസ് ആണെങ്കിലോ നേരെ ഈ എൽസ് ഇഫിലേക്ക് പോകും. കണ്ടീഷൻ 3 ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഓക്കെ, ഇനി ഇതൊന്ന് ഒരു കണ്ടീഷനും ട്രൂ അല്ലെങ്കിൽ അവസാനം എവിടേക്ക് പോകും, ഈ എൽസിലെത്തും. ഈ എൽസിൽ നമ്മൾ എന്താണോ എഴുതിയത് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഈ എൽസ് ഇഫ് ലാഡർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ടോപ്പ് മുതലാണ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് പോവുക. എവിടെയെങ്കിലും ട്രൂ ആണെങ്കിൽ ബാക്കിയുള്ള പോർഷൻസ് സ്കിപ്പ് ചെയ്യും. ട്രൂ അല്ലെങ്കിൽ അത് താഴേക്ക് ഓരോ കണ്ടീഷനായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകും. ഒറ്റ കണ്ടീഷനും ട്രൂ അല്ലെങ്കിൽ അവസാനം ഈ എൽസ് ഉണ്ടാവും, ആ എൽസിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ മൾട്ടി വേ ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ എൽസ് ഇഫ് ലാഡറിനകത്ത് പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് കുറേ കണ്ടീഷൻസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് കുറേ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതേപോലെ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു മൾട്ടി വേ ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഒരുപാട് കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ഈ സ്വിച്ചിൻ്റെ കൂടുതൽ ദ സ്വിച്ച് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ആൻഡ് മാച്ച് വിത്ത് കേസസ്. അപ്പോൾ സ്വിച്ചിൻ്റെ കൂടുതൽ ആദ്യം ഒരു എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കും സ്വിച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ആ ഒരു എക്സ്പ്രഷൻ ഒരു അരിത്മെറ്റിക് എക്സ്പ്രഷൻ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ്, ഒരു വേരിയബിൾസോ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ നമ്മളവിടെ കൊടുക്കും. അത് വാല്യൂറ്റ് ചെയ്യും. അപ്പോൾ അതിനൊരു വാല്യൂ നമുക്ക് കിട്ടും. ആ കിട്ടുന്ന വാല്യൂ ഈ സ്വിച്ചിൻ്റെ കൂടെ കുറേ കേസസ് ഉണ്ടാവും. ഈ ഓരോ കേസിൻ്റെ വാല്യൂറ്റും ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത റിസൾട്ട് മാച്ച് ചെയ്ത് നോക്കും. എന്നിട്ട് ആ വാല്യൂ ഏതെങ്കിലും കേസുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ആ കേസ് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ സ്കിപ്പ് ചെയ്യും, ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യും. ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. ഓക്കെ, ഇഫ് എ കേസ് മാച്ചസ് ദാറ്റ് ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. ആ കേസുമായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ ആ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഒരു മാച്ചും ഇല്ലെങ്കിൽ നോ മാച്ചസ് ഫൗണ്ട്, നമുക്ക് ഓപ്ഷണൽ ആയിട്ടൊരു ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, അത് എക്സിക്യൂട്ട് ചെയ്യും.
അതില്ലെങ്കിൽ ഓപ്ഷണലാണ്, ഇത് നിർബന്ധമില്ല. ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. അതല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്വിച്ചിൻ്റെ വർക്കിംഗ്, ആ സ്വിച്ചിനകത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. ആ എക്സ്പ്രഷൻ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ സ്വിച്ചിൻ്റെ കൂടെ കുറേ കേസസ് ഉണ്ടാവും. കേസ് 1, കേസ് 2, കേസ് 3 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അതിൽ ഓരോ കേസ് വാല്യൂ ആയിട്ട് ഇത് കമ്പയർ ചെയ്ത് നോക്കും സ്റ്റാർട്ടിങ് മുതൽ. അപ്പോൾ ഏതെങ്കിലും കേസായിട്ട് ഈക്വൽ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ കേസ് എക്സിക്യൂട്ട് ചെയ്യും, ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യും. അങ്ങനെയാണ് സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. ഇതാണ് സ്വിച്ചിൻ്റെ സിൻടാക്സ്. എങ്ങനെയാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ സ്വിച്ച് എന്നുള്ളത് കീവേഡാണ്. അതിൻ്റെ ബ്രാക്കറ്റിൽ ഇവിടെ നമ്മളൊരു എക്സ്പ്രഷൻ കൊടുക്കും. ഇത് എന്ത് അരിത്മെറ്റിക് എക്സ്പ്രഷൻ ആവാം, ചിലപ്പം ഒരു വേരിയബിൾ മാത്രമാവാം. ഇപ്പോൾ ഒരു സ്വിച്ച് എ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ കൊടുത്ത്, അപ്പോൾ ആ വേരിയബിളിൻ്റെ വാല്യൂ ആണ് കമ്പയർ ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ ഒരു a+b എന്ന് പറയാം, എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ കൊടുക്കും. അപ്പോൾ അത് ഫുള്ളി വാല്യൂറ്റ് ചെയ്താൽ നമുക്കൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടും കേസുമായിട്ടായിരിക്കും നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്വിച്ചിൻ്റെ കൂടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. ദെൻ ഓപ്പൺ ബ്രേസ്, അതിൻ്റെ ക്ലോസ് ബ്രേസ്. ഈ സ്വിച്ചിൻ്റെ ഉള്ളിൽ കുറേ കേസസ് ഉണ്ടാവും. ഇത് കേസ്, അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടാവും. അതുപോലെ അടുത്ത കേസ്, അതിനൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ടാവും. അങ്ങനെ കുറേ കേസസ് ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് ഒരു ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഡീഫോൾട്ട് എന്ന് പറഞ്ഞ കേസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കീവേഡ്സ് ആണ്. സ്വിച്ച്, കേസ്, ഡീഫോൾട്ട്, ഇതെല്ലാം. ഓക്കെ, ഇനി കേസ് എന്ന് എഴുതിയതിന് ശേഷം ഒരു കോൺസ്റ്റൻറ്റ്, ദെൻ ഒരു കോളൻ വേണം. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ദെൻ ആ കേസിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ എഴുതാം. സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്, ഈ കേസ് ട്രൂ ആവുന്ന സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. അത് എഴുതിയതിന് ശേഷം അതിൻ്റെ എൻഡിൽ, ആ കേസിൻ്റെ എൻഡിൽ ബ്രേക്ക് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഈ കേസ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കമ്പയർ ചെയ്യുക. ഈ കേസ് കോൺസ്റ്റൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റിൽ ഒരു ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ ബ്രേക്ക് എന്ന് കാണുമ്പോൾ നേരെ ഇവിടെ ക്ലോസ് ബ്രേസിൻ്റെ പുറത്തേക്ക് പോകും. അതാണ് സംഭവിക്കുക. ഓക്കെ, ഇനി ഫസ്റ്റ് ഈ എക്സ്പ്രഷൻ വാല്യൂറ്റ് ചെയ്തിട്ട് ഈ കേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ അല്ല എന്ന് വിചാരിച്ചു. ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും, നേരെ കേസ് കോൺസ്റ്റൻറ്റ് 2ലേക്ക് പോകും. ഓക്കെ, ഈ കേസ് കോൺസ്റ്റൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ആണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്സ് എക്സിക്യൂട്ട് ചെയ്യുക, അതിൻ്റെ ലാസ്റ്റിൽ നമ്മളൊരു ബ്രേക്ക് കൊടുക്കും. അപ്പോൾ ആ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു കീവേഡാണ്. നേരെ ഈ സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ബ്രേക്ക് എന്ന് കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, നേരെ ഇവിടെ പുറത്തേക്ക് പോകും, ബാക്കിയുള്ളതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ഇനി ഈ എക്സ്പ്രഷൻ ഈ ഒറ്റ കേസായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആവില്ല എന്ന് വിചാരിച്ചു, മാച്ച് ആവില്ലെങ്കിൽ അവസാനം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഡീഫോൾട്ട് എന്ന് പറഞ്ഞ കേസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഡീഫോൾട്ടിൽ നമ്മളിവിടെ എന്താണോ എഴുതിയത് അത് എക്സിക്യൂട്ട് ചെയ്യും. ഈ ഒരു കേസുമായിട്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് മാച്ച് ആവുന്നില്ലെങ്കിൽ ഈ ഡീഫോൾട്ട് എന്ന് എഴുതിയ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ സ്വിച്ച് എന്നുള്ള സ്വിച്ചിൻ്റെ കൂടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ കുറേ കേസസ് ഉണ്ടാവും, ഒരു ഓപ്ഷണൽ ഡീഫോൾട്ട് കേസും ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ കേസിൻ്റെ ഇതിൻ്റെ യൂസേജ്, കേസ് എന്ന് പറഞ്ഞ കീവേഡ്, ദെൻ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൊടുക്കുക, ദെൻ കോളൻ, ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതുക, ദെൻ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക് എന്ന് കൊടുക്കുക. അങ്ങനെ എത്ര കേസ് വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഈ കേസുകളുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. ഏതെങ്കിലും ആയിട്ട് ഈക്വൽ ആവുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകും. അങ്ങനെയാണ് സ്വിച്ചിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. ഇനി സ്വിച്ചും ഒരു മൾട്ടി വേ ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കാരണം ഇതിനകത്ത് കുറേ കേസസ് ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ പൊസിഷനിലേക്ക് പോകാൻ പറ്റും. ഇതാണ് ട്രൂ എങ്കിൽ ഈ പോർഷൻ വർക്ക് ചെയ്യും, ഇതാണ് ട്രൂ എങ്കിൽ ഈ പോർഷൻ വർക്ക് ചെയ്യും. അപ്പോൾ ഈ എക്സ്പ്രഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് പറ്റും. ഓക്കെ, ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് വരുന്ന ഫസ്റ്റ് സെക്ഷൻ, കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു കണ്ടീഷനെ ചെക്ക് ചെയ്തിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു പോർഷൻ വർക്ക് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ വേറൊരു പോർഷൻ വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻസ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ലൂപ്പാണ് നമ്മുടെ ഫോർ ലൂപ്പ്. അപ്പോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിപ്പീറ്റ് എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റോ ഒരു സിംഗിൾ ലൈന്, അതല്ലെങ്കിൽ എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഒക്കെ നമ്മൾ സിയിലും CPPയിലും പഠിച്ച സെയിം സിൻടാക്സ് തന്നെയാണ് ഫോർ ലൂപ്പൊക്കെ. അപ്പോൾ ഫോർ ലൂപ്പ് എഴുതുന്ന സമയത്ത് ഫോർ എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ടാവും. ഇനി ഫോർ ലൂപ്പിൻ്റെ ബ്രാക്കറ്റിൽ 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. എന്തെല്ലാമായിരുന്നു? ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും, ദെൻ കണ്ടീഷൻ ഉണ്ടാവും, ദെൻ ഐറ്ററേഷൻ. അങ്ങനെ 3 സംഗതികൾ.
ഇറ്ററേഷൻ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇൻക്രിമെൻറ്റ് എന്ന് പറയും. ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഐറ്ററേഷൻ എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം ഇൻക്രിമെൻറ്റും ഉണ്ടാവും ഡിക്രിമെൻറ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല ടേം ഐറ്ററേഷൻ. അപ്പോൾ അങ്ങനെ ഒരു ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് പറയുമ്പോൾ ഫോർ എന്ന് പറഞ്ഞ കീവേഡ്, ദെൻ ഇൻസൈഡ് ബ്രാക്കറ്റിൽ ഇനീഷ്യലൈസേഷൻ സെമിക്കോളൻ ടെസ്റ്റ് കണ്ടീഷൻ സെമിക്കോളൻ ദെൻ ഐറ്ററേഷൻ. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും ഉണ്ടാവും. ഓക്കെ, ഓരോന്നും എന്തിനാണ് നോക്കാം. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ലൂപ്പാണ്, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ലൂപ്പിനൊരു കൗണ്ടർ ഉണ്ടാവും. അപ്പോൾ ഒരു ലൂപ്പ് 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞാൽ കൗണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കൗണ്ടർ വേരിയബിൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ കൗണ്ടർ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് സെക്ഷൻ. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു ഇനീഷ്യലൈസ് ലൂപ്പ് കൗണ്ടറിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ടെസ്റ്റ് കണ്ടീഷൻ. ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ട്രൂ ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ ബി റിപ്പീറ്റഡ്. അതായത് ഈ ലൂപ്പ് എത്ര കാലം റിപ്പീറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ കണ്ടീഷനാണ്. ആ ലൂപ്പിനകത്ത് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എത്ര പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഈ കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ ട്രൂ ആവുന്നിടത്തോളം കാലം ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ ഐറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂപ്പിന് നമ്മളൊരു കൗണ്ടർ ഉണ്ടാവും. അപ്പോൾ ഈ ലൂപ്പ് ഒരു പ്രാവശ്യം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ പ്രാവശ്യമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ലൂപ്പിൻ്റെ കൗണ്ടർ ഇവിടെ ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ ഡിക്രിമെൻറ്റോ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഐറ്ററേഷൻ എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 സെക്ഷനാണ് ഒരു ഫോർ ലൂപ്പിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഐറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ലൂപ്പ് കൗണ്ടർ. ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതാണ് സിയിലും CPPയിലും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ലൂപ്പാണ് ഫോർ ലൂപ്പ്. ഓക്കെ, രണ്ടാമത്തെ ലൂപ്പ് ജാവയിൽ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ലൂപ്പാണ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പിൻ്റെ ഉപയോഗമൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിപ്പീറ്റ് എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സോ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈൽ ലൂപ്പും യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് വൈൽ എന്ന് പറഞ്ഞ കീവേഡ്, ദെൻ ബ്രാക്കറ്റിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും, ദെൻ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രേസ്. ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ ഈ കണ്ടീഷൻ വൈലിനകത്ത് ആദ്യം ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. തിരിച്ച് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് പിന്നെയും ട്രൂ ആണെങ്കിൽ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ വർക്കിംഗ്, ഇറ്റ് ചെക്ക് ദ കണ്ടീഷൻ ഫസ്റ്റ്. ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ട്രൂ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദ ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ്. ആ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. വൈൽ ലൂപ്പ് ഈസ് ഓൾസോ കോൾഡ് എൻട്രി കണ്ടീഷൻ ലൂപ്പ്. എൻട്രി കണ്ടീഷൻ ലൂപ്പ് എന്നാണ് വൈൽ ലൂപ്പിനെ അങ്ങനെയും പറയാനുള്ള കാരണം എന്താ, ഈ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എൻട്രി കണ്ടീഷൻ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ദ എൻട്രി കണ്ടീഷൻ ലൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട വൈൽ ലൂപ്പാണ്. ഓക്കെ, അപ്പോൾ വൈലിൻ്റെ യൂസേജ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. അത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത സെയിം തന്നെയാണ്. അതിൻ്റെ യൂസേജ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിപ്പീറ്റ് എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റോ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സോ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഡു വൈൽ ലൂപ്പും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഡു എന്ന് പറഞ്ഞ കീവേഡ്, ദെൻ ഓപ്പൺ ബ്രേസ്, അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, ദെൻ ക്ലോസ് ബ്രേസ്. ആ ക്ലോസ് ബ്രേസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, വൈൽ ബ്രാക്കറ്റിൽ കണ്ടീഷൻ കൊടുക്കും. ഇങ്ങനെയാണ്. അപ്പോൾ ഡു വൈൽ ലൂപ്പിൽ വൈൽ വരുന്നത് അവസാനമാണ്, ലൂപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് വൈൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡു കീവേഡ്, ദെൻ ഓപ്പൺ ബ്രേസ്, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആ ലൂപ്പിൻ്റെ ബോഡി ഇവിടെ എഴുതുക, ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ റിപ്പീറ്റ് ചെയ്യേണ്ടത് അത് ഈ ബ്രാക്കറ്റിനകത്ത് എഴുതുക. ദെൻ അതിൻ്റെ ക്ലോസ് ബ്രേസ് കഴിഞ്ഞിട്ടാണ് വൈൽ എഴുതേണ്ടത്, വൈൽ, ദെൻ ബ്രാക്കറ്റിൽ കണ്ടീഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലൂപ്പിനകത്ത് ഇതിൻ്റെ എക്സിക്യൂഷൻ നടക്കുമ്പോൾ ആദ്യം ഡു ആണ്, ദെൻ ഓപ്പൺ ബ്രേസ്. അപ്പോൾ എക്സിക്യൂഷൻ നടക്കുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ ഡു എക്സിക്യൂട്ട് ചെയ്യും, നേരെ താഴേക്ക് വരും. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു പ്രാവശ്യം റൺ ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു പ്രാവശ്യം റണ്ണ് ചെയ്തതിന് ശേഷം ആണ് എവിടേക്ക് എത്തുന്നത്, വൈലിലേക്ക് എത്തുന്നത്. കാരണം കണ്ടിന്യൂസ് ആയിട്ടല്ല എക്സിക്യൂട്ട് ചെയ്ത് പോകും. ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു പ്രാവശ്യം റൺ ചെയ്തതിന് ശേഷം ഇവിടെ എത്തും, വൈലിലെത്തും. വൈലിലെത്തിയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും, വീണ്ടും ഇവിടേക്ക് തന്നെ പോകും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രാവശ്യം കൂടെ എക്സിക്യൂട്ട് ചെയ്യും.
പിന്നെ വൈലിൽ വരും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും ഇവിടേക്ക് തന്നെ പോകും, ഫോൾസ് ആണെങ്കിൽ പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡു വൈൽ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മിനിമം ഒരു പ്രാവശ്യം എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. വൈലിൽ എങ്ങനെയായിരുന്നു? വൈലിൽ ആദ്യം തന്നെ ഇവിടെ തന്നെ കണ്ടീഷൻ ഉണ്ടായിരുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഡു വൈലിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തിട്ടേ കണ്ടീഷനിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലൂപ്പിൻ്റെ ബോഡി മിനിമം ഒരു പ്രാവശ്യം എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ദ ബോഡി ഓഫ് ദി ലൂപ്പ് ഈസ് എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ് ആൻഡ് ദ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ്. ഈ ലൂപ്പിൻ്റെ ബോഡി ആദ്യം ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, ദ ബോഡി ഓഫ് ദി ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ് അഗെയിൻ. ലൂപ്പിൻ്റെ ബോഡി പിന്നെയും റിപ്പീറ്റ് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആവുന്നിടത്തോളം കാലം. ഓക്കെ, ഡു വൈൽ ലൂപ്പ് ഈസ് ഓൾസോ കോൾഡ് എക്സിറ്റ് കണ്ടീഷൻ ലൂപ്പ്. ഡു വൈൽ ലൂപ്പിനെ നമ്മൾ പറയുന്ന പേര് എക്സിറ്റ് കണ്ടീഷൻ ലൂപ്പ് എന്നാണ് പറയുക. വൈൽ ലൂപ്പിന് പറഞ്ഞിരുന്നത് എൻട്രി കണ്ടീഷൻ ലൂപ്പ് എന്നായിരുന്നു, കാരണം ആ ലൂപ്പിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്തിരുന്നു. ഇവിടെ ഡു വൈലിനെ എക്സിറ്റ് കണ്ടീഷൻ എന്നാണ് പറയുക, കാരണം ലൂപ്പിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എക്സിറ്റ് ആകുമ്പോൾ. അപ്പോൾ ട്രൂ ആണെങ്കിലാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വിച്ച് ഇസ് ദ എക്സിറ്റ് കണ്ടീഷൻ ലൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ഡു വൈൽ ലൂപ്പാണ്. വിച്ച് ഇസ് ദ എൻട്രി കണ്ടീഷൻ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് വൈൽ ലൂപ്പാണ്. ഓക്കെ, അപ്പോൾ ജാവയിൽ യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞ്. അതൊക്കെയായിരുന്നു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്: ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഈഫ് എൽസ്, ഈഫ് ലാഡർ, സ്വിച്ച്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ഇത്രയും മതി ബേസിക് ആയിട്ടുള്ള ഒരു ജാവ പ്രോഗ്രാം എഴുതാനുള്ള സംഗതികൾ.